എല്ലാവരെയും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എൽട്ടൺ മേയോയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതായത് മാനേജ്മെൻറ്റിന് എൽട്ടൺ മേയോ എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ അല്പം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പത്തിന് സിമ്പിളായിട്ടുള്ള ഒരു നോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് എഴുതിയാൽ മതിയാവും. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് സിമ്പിളായിട്ട് അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നഷ്ടപ്പെടാതെ എഴുതിയിരിക്കുന്നതാണ്. നോക്കാം നമുക്ക്. കോൺട്രിബ്യൂഷൻസ് ഓഫ് എൽട്ടൺ മേയോ. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1880 മുതൽ 1949 വരെയായിരുന്നു. ഇനി നോക്കുക. എൽട്ടൺ മേയോ വാസ് ആൻ ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കർ ആൻഡ് എ പ്രൊഫസർ ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ എൽട്ടൺ മേയോയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കറാണ്. അപ്പോൾ തന്നെ അദ്ദേഹം പ്രൊഫസറായിരുന്നു ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ അറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇൻഡസ്ട്രിയൽ റിസർച്ച് ഏരിയയിൽ ഒരു പ്രൊഫസർ കൂടിയായിരുന്നു. ഹീ ഈസ് നോൺ ഫോർ ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഓഫ് മാനേജ്മെൻറ്റ് ഫ്രം പ്യൂർലി എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ടു കൺസിഡറിങ് ദ ഹ്യൂമൻ റിലേഷൻസ് ആസ്പെക്റ്റ് ഓഫ് വർക്ക്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹമായിരുന്നു നമ്മൾ ബിസിനസ്സിലും മാനേജ്മെൻറ്റിലൊക്കെ എഫിഷ്യൻസിക്കും പ്രൊഡക്ടിവിറ്റിക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുനിന്ന് ഹ്യൂമൻ റിലേഷൻസ്, മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോക്കസിൽ ഷിഫ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന പേരിലാണ് എൽട്ടൺ മേയോ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം. ഒന്ന്, റെസ്റ്റ് പീരീഡ്സ് എക്സ്പെരിമെൻറ്റ്. അതായത് മേയോസ് early experiments focused on reducing physical fatigue by introducing rest periods for workers. വർക്കേഴ്സിന് റെസ്റ്റ് പീരീഡ്സ് കൊടുക്കണം, അതായത് അവർക്ക് വിശ്രമിക്കാനുള്ള സമയം കൊടുക്കണം, അവരുടെ ഫറ്റീഗ്, ക്ഷീണം കുറയ്ക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ദിസ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, റെഡ്യൂസ്ഡ് ഫറ്റീഗ് ആൻഡ് ഇംപ്രൂവ്ഡ് വർക്കർ മൊറൈൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടി, ഉൽപ്പാദനക്ഷമത കൂടി, ആളുകളുടെ വർക്കേഴ്സിൻ്റെ ഫറ്റീഗ്, ക്ഷീണം കുറഞ്ഞു, ആൻഡ് ഇംപ്രൂവ്ഡ് വർക്കർ മൊറൈൽ, വർക്കേഴ്സിന് സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥതയും താല്പര്യവും കൂടി. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം വർക്കർ ഓട്ടോണമിയാണ്. അതായത് വർക്കേഴ്സിന് കൂടുതൽ ഓട്ടോണമി, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള ആ ഒരു ഫ്രീഡം നൽകണമെന്നും അദ്ദേഹം വാദിച്ചു. ബൈ അലോവിങ് വർക്കേഴ്സ് ടു കൺട്രോൾ ദെയർ ഓൺ റെസ്റ്റ് പീരീഡ്സ്, എപ്പോഴാണ് ഓരോരുത്തരും വിശ്രമം എടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം. മേയോ പ്രൊമോട്ടഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ഗ്രൂപ്പ് കൊഹേഷൻ, അതായത് ആളുകൾ തമ്മിലുള്ള നല്ല ബന്ധം, ഒപ്പം തന്നെ ഗ്രൂപ്പ് കൊഹേഷൻ, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യം. ചലഞ്ചിങ് ദ വ്യൂ ദാറ്റ് വർക്കേഴ്സ് ആർ ഡ്രൈവൺ സോൾലി ബൈ സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ വർക്കേഴ്സ് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച്, സ്വന്തം താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്ഥാപനത്തിന് വേണ്ടി അവർ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അത്തരത്തിലൊരു ഫ്രീ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മേയോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത്. ഇനി നമുക്ക് നോക്കാം ഹാവ്ത്രോൺ എക്സ്പീരിയൻസ്. അപ്പോൾ ഹാവ്ത്രോൺ എക്സ്പീരിയൻസ് മേയോയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിൽ ഒന്നായിരുന്നു. Mayo's most famous work was Hawthorne experiment conducted at the Western Electric Company in Chicago between 1927 and 1932. അതായത് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ, ചിക്കാഗോയിലെ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ 1927 മുതൽ 1932 വരെ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെയാണ് ഹാവ്ത്രോൺ എക്സ്പീരിയൻസ് എന്നറിയപ്പെടുന്നത്. ദീസ് സ്റ്റഡീസ് ഹൈലൈറ്റഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ്. അത് കൂടുതലും ആ സ്റ്റഡി പ്രാധാന്യം കൊടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്, വർക്കർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇൻ വർക്ക് പ്ലേസ്, മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദി ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സോഷ്യൽ ഫാക്ടേഴ്സ്, വർക്കർ സാറ്റിസ്ഫാക്ഷൻ, ആളുകളുടെ വർക്കേഴ്സിൻ്റെ സംതൃപ്തി, ജോലിയിലുള്ള സംതൃപ്തി, ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഒരുമിച്ച് ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗുണം, അതെല്ലാം കാര്യങ്ങളെല്ലാമായിരുന്നു ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, മാനേജ്മെൻറ്റിലേക്ക് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, അതായത് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. അതായത് പറയുന്നത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഔട്ട്കം ഓഫ് ഹാവ്ത്രോൺ എക്സ്പീരിയൻസ്. ഹാവ്ത്രോൺ എക്സ്പീരിയൻസ് ശേഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആയിരുന്നു. അപ്പോൾ കർക്കശമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടുക അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വയ്ക്കാതെ മനുഷ്യരുടെ, അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തന രീതിയാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ പറയുക. ദിസ് അപ്രോച്ച് എംഫസൈസ് ദ ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് പീപ്പിൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷൻ ആളുകൾ തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ, ഒരുമിച്ചുള്ള പ്രവർത്തനം, ഇൻട്രാക്ഷൻ, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, അത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഊന്നി പറഞ്ഞു. റെക്കഗ്നൈസിങ് ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഡീപ്ലി ഇൻഫ്ലുവൻസസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ്
ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയും ഒപ്പം തന്നെ ഓർഗനൈസേഷനിൽ അവർ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരാവശ്യകതയും അത്തരം കാര്യങ്ങളൊക്കെ വർക്കേഴ്സിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. ഇനി നമുക്ക് നോക്കാം ഹൗത്രോൺ സ്റ്റഡീസിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗത്രോൺ സ്റ്റഡീസ് എയിംഡ് ടു എക്സാമിൻ ദ എഫക്ട്സ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. അതായത് പല കാര്യങ്ങൾക്കും അത് വർക്കേഴ്സിൻ്റെ മേൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, എന്ത് ഇൻഫ്ലുവൻസാണ് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു അത്. അതായത് വർക്ക് എൻവയറമെൻറ്റ്, അവരുടെ ജോലി സാഹചര്യങ്ങൾ, അവർക്ക് ഫറ്റീഗ് ക്ഷീണമുണ്ടാകുന്ന കാര്യങ്ങൾ, റെസ്റ്റ് പ്രോസസ്സ്, എപ്പോഴൊക്കെയാണ് റെസ്റ്റിന് വേണ്ടി ജോലി നിർത്തിവെക്കേണ്ടത്, റെസ്റ്റ് പ്രോസസ്സ്, വർക്കിംഗ് അവേഴ്സ്, എത്ര സമയം അവർ ജോലി എടുക്കണം, മൊണോട്ടണി, അവരുടെ വിരസത അല്ലേ, അവർക്ക് ബോറടിക്കുന്ന കാര്യങ്ങൾ, മോണിറ്ററി ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ്, പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ള എംപ്ലോയീസിൻ്റെ മനോഭാവം എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് സ്റ്റഡികൾ നടത്തിയത്. അപ്പോൾ ദീ സ്റ്റഡീസ് അണ്ടർടേക്കൻ ഇൻ ദിസ് റെസ്പെക്റ്റ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റഡികൾ താഴെ പറയുന്നതാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റഡി, അതായത് ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ്സിൽ ഒന്നാമത്തെ സ്റ്റഡി എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇല്ലുമിനേഷൻ ആയിരുന്നു. ഇല്ലുമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് ഒക്കെ ഇടുന്നതിന് നമുക്ക് ഇല്ലുമിനേഷൻ എന്നാണ് പറയുന്നത് അല്ലേ, ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റുകൾ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോൺ ആസ് ദ ഗ്രേറ്റ് ഇല്ലുമിനേഷൻ. അത് ഗ്രേറ്റ് ഇല്ലുമിനേഷൻ എന്ന് അറിയപ്പെട്ടു. വാസ് കണ്ടക്റ്റഡ് ഫ്രം 1924 to 1927. അപ്പോൾ 1924 മുതൽ 27 3 വർഷക്കാലം ഈ ഒരു ഗ്രേറ്റ് ഇല്ലുമിനേഷൻ പരീക്ഷണം തുടർന്നു. ദ സ്റ്റഡി ഇൻവോൾവ്ഡ് 2 ഗ്രൂപ്പ്സ് ഓഫ് ഫീമെയിൽ വർക്കേഴ്സ്. ആ സ്റ്റഡിയിൽ 2 ഗ്രൂപ്പുകൾ, അതായത് ഫീമെയിൽ വർക്കേഴ്സിൻ്റെ 2 ഗ്രൂപ്പുകളാണ് അവിടെ ഉൾപ്പെടുത്തിയത് സ്റ്റഡിയിൽ. 1 കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് 1 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പേര് കൺട്രോൾ ഗ്രൂപ്പ് എന്നും മറ്റൊന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പായിട്ടും അങ്ങനെയാണത് എടുത്തത്. ടു മെഷർ ദി ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ലൈറ്റിംഗ് ഓൺ പ്രൊഡക്ടിവിറ്റി. അതായത് ലൈറ്റിംഗ്, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റിംഗ് അവരുടെ ജോലിയിലെ എഫിഷ്യൻസി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. സർപ്രൈസിംഗ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ ബോത്ത് ഗ്രൂപ്പ്സ് റിഗാർഡ്ലെസ് ഓഫ് ദി ഇലുമിനേഷൻ ലെവൽ. അപ്പോൾ ഇലുമിനേഷൻ ലെവൽ, ലൈറ്റിങ്ങിലുള്ള വ്യത്യാസം പരിഗണിക്കാതെ തന്നെ, അപ്പോൾ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ത് തന്നെയായാലും 2 ഗ്രൂപ്പിലും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ദിസ് ലെഡ് റിസർച്ചേഴ്സ് ടു എക്സ്പ്ലോർ അതർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിന് വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കി. അതായത് പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന വേജ് പേയ്മെൻറ്റ്, റെസ്റ്റ് പീരീഡ്സ്, വർക്ക് അവേഴ്സ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി പഠിക്കാൻ വേണ്ടി അത് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ, അതായത് നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് ഇലൂമിനേഷൻ പ്രകാരം കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഫാക്ടേഴ്സ് അതർ ദാൻ ജസ്റ്റ് ഫിസിക്കൽ കണ്ടീഷൻ, ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസ് അല്ല, കൂടാതെ വർക്കേഴ്സിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനസ്സിൽ ഈ ജോലികളുടെ താല്പര്യം, സോഷ്യൽ ഡൈനാമിക്സ് ഓഫ് വർക്കേഴ്സ്, ഒരുമിച്ച് ഗ്രൂപ്പ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് അവരുടെ ഔട്ട്പുട്ടിനെ, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള റോള്, ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന അത്തരം കാര്യങ്ങൾക്കാണ്. ഫിസിക്കൽ കണ്ടീഷൻസ് മാത്രമല്ല എന്നാണ് പറയുന്നത്. Then the experiments result highlighted that workers' morale and social factors. അപ്പോൾ വർക്കേഴ്സിന് അവരുടെ സ്ഥാപനത്തോട് താല്പര്യം, സോഷ്യലായിട്ടുള്ള ഘടകങ്ങൾ, അതൊക്കെയാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് എന്നുള്ളതും കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഹൗത്രോൺ സ്റ്റഡീസ് ഇലുമിനേറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. അപ്പോൾ അതായത് വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലത്ത് ഹ്യൂമൻ റിലേഷൻസിന്, അവരുടെ മനുഷ്യരായി കാണാനും അവരുടെ ഫീലിങ്സിനെ കൂടുതൽ വാല്യൂ ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കപ്പെട്ടത്. ഇനി രണ്ടാമത്തെ പരീക്ഷണമായിരുന്നു ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്, അതായത് മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം എന്നും അതറിയപ്പെട്ടു. അപ്പോൾ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാമായിരുന്നു മറ്റൊരു എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർവാർഡ് ടീം കണ്ടക്റ്റഡ് എ സൈക്കോളജിക്കൽ ഇൻ്റർവ്യൂയിങ് സ്റ്റഡി, അതായത് സൈക്കോളജിക്കലി ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു സ്റ്റഡിയാണ് നടത്തിയത്. അറ്റ് ദ സെയിം പ്ലാന്റ് ഫ്രം 1928 to 1931. ഇതേ സ്ഥലത്ത് തന്നെ 1928 മുതൽ 1931 വരെയാണ് ഈ പരീക്ഷണങ്ങൾ നടന്നത്. ടു അണ്ടർസ്റ്റാൻഡ് വർക്കേഴ്സ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ടുവേർഡ്സ് മാനേജ്മെൻറ്റ് ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ മാനേജ്മെൻറ്റിനോടും അവരുടെ സൂപ്പർവൈസിങ് രീതികളോടും വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, അവരുടെ മനസ്സിലെ സെൻറ്റിമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അപ്പോൾ ഓവർ 21 വർക്കേഴ്സ് വേർ ഇൻ്റർവ്യൂഡ്. അപ്പോൾ ഇവിടെ 21,000 വർക്കേഴ്സാണ് ഇത്തരത്തിൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ടത്. അലവിങ് ദം ടു ഫ്രീലി എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ് ഓൺ മാനേജ്മെൻറ്റ് പോളിസി. മാനേജ്മെൻറ്റിൻ്റെ പോളിസിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ഈ ഇൻ്റർവ്യൂവിൽ അവരെ പ്രേരിപ്പിച്ചു. അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ സൂപ്പർവൈസേഴ്സ് ട്രീറ്റ്മെൻറ്റ്, അവരുടെ സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ് അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ടോക്കിലേക്ക് അവരെ നയിച്ചു. അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചു. This process provided workers with an opportunity to let off steam.
അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വർക്കേഴ്സിന് ലെറ്റ് ഓഫ് സ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇംഗ്ലീഷിലൊരു ഫ്രേസാണ്. അതായത് അവർക്ക് അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ, അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ, കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ, പുറത്തു വിടാനുള്ള ഒരവസരമായിട്ട് ഇത് കിട്ടി. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, ഡെസ്പൈറ്റ് നോ മെറ്റീരിയൽ ചേഞ്ച് ഓർ റിഫോംസ് ഇൻ ദി എൻവയറമെൻറ്റ്, വർക്കേഴ്സ് ഫെൽറ്റ് ബെറ്റർ ആഫ്റ്റർ ബീങ് ഇൻ്റർവ്യൂഡ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം, അതായത് വർക്കേഴ്സിന് മെറ്റീരിയലായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, അതായത് ഭൗതിക സാഹചര്യങ്ങൾ, അവർ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവർക്ക് വലിയ മാറ്റങ്ങൾ അവരിലുണ്ടാക്കി. ദീസ് സജസ്റ്റ് ദാറ്റ് സിംപ്ലി ബീങ് ഹിയർഡ് ഹാഡ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദിയർ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. അതായത് നമുക്ക് അവിടുത്തെ വർക്കേഴ്സിന് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കുക, അവരുടെ ഗ്രീവൻസ്, അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ സിംപ്ലി ബീങ് ഹിയർഡ്, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ പോലും അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ, വർക്കേഴ്സിൻ്റെ മനസ്സിൻ്റെ ആ ഒരു സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥതയിലും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി തെളിയിച്ചത്. ഈ സ്റ്റഡി റിവീൽഡ് 2 ടൈപ്സ് ഓഫ് കംപ്ലയിൻസ്. ഇപ്പോൾ 2 തരത്തിലുള്ള കംപ്ലയിൻറ്റുകളാണ് അവിടെ ആളുകളിൽ നിന്ന് വന്നത്. ഒന്ന് മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ, ഭൗതിക സാഹചര്യങ്ങളുള്ള അഭാവങ്ങൾ. ആൻഡ് ലേറ്റൻറ്റ്, സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ മനസ്സിൽ ഉള്ളിൽ ഉള്ള വിഷമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അടുത്തതായിട്ട് ഒരു പരാതിയായിട്ട് വന്നത്. ദ ടീം കൺക്ലൂഡഡ് ദാറ്റ് കംപ്ലയിൻസ് ഓഫൺ റിഫ്ലക്റ്റഡ് അണ്ടർലൈങ് ഇമോഷണൽ ഇഷ്യൂസ് റാദർ ദാൻ ആക്ച്വൽ ഗ്രീവൻസ്. അപ്പോൾ ആക്ച്വലി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ അവർ പറഞ്ഞത് അവരുടെ ഇമോഷണൽ ഇഷ്യൂസാണ്, അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞത്. ഇപ്പോൾ വർക്കേഴ്സിനെ സൈക്കോളജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റഡി വെളിവാക്കിയത്. അതായത് വിച്ച് മേയോ റെഫേർഡ് ടു അസ്, അതായത് അവരുടെ പേഴ്സണൽ പ്രോബ്ലംസിനെ എൽട്ടൺ മേയോ പറഞ്ഞത് പെസിമിസ്റ്റിക് റിവറീസ് എന്നാണ്. പെസിമിസ്റ്റിക് റിവറീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളും മറ്റും കാര്യങ്ങളാണ് പെസിമിസ്റ്റിക് റിവറീസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ ദാറ്റ് മേ നെഗറ്റീവ്ലി അഫക്റ്റ് ദ പെർഫോമൻസ് ഇൻ ദി വർക്ക് പ്ലേസ്, അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ പെർഫോമൻസിനെയും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അഡ്വൈസായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കാമെന്നും എൽട്ടൺ മേയോ പറയുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റഡിയാണ് ഒബ്സർവേഷണൽ സ്റ്റഡീസ്. 1931 മുതൽ 32 വരെയാണ്. ഇത് ഫൈനൽ സ്റ്റേജ് ഓഫ് സൗത്ത് എക്സ്പെരിമെൻറ്റ്സ് എയിംഡ് ടു ഒബ്സർവ് ഗ്രൂപ്പ് ബിഹേവിയർ ഇൻ എ നാച്ചുറൽ വർക്ക് സെറ്റിംഗ് ഫോക്കസിങ് ഓൺ വർക്കേഴ്സ് പെർഫോമിംഗ് ഇൻ്റർ റിലേറ്റഡ് ടാസ്ക്. അതായത് നാച്ചുറലായിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു വർക്ക് സെറ്റിങ്സ് ഒരുക്കിയിട്ട് വർക്കേഴ്സിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതായത് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ, പരസ്പരം ബന്ധിക്കപ്പെട്ട പലതരത്തിലുള്ള ടാസ്കുകൾ നൽകിക്കൊണ്ട് അവരെ ഒബ്സർവ് ചെയ്യുന്നു, അവരെ നിരീക്ഷിക്കുന്ന അത്തരത്തിലൊരു എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. 14 എംപ്ലോയീസ് ഇൻ 3 ഗ്രൂപ്പ്സ്, അതായത് 14 എംപ്ലോയീസ് ഉൾപ്പെടുന്ന 3 ഗ്രൂപ്പുകളാണ് ഇതിനുവേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടത്. ഈച്ച് റെസ്പോൺസിബിൾ ഫോർ ടാസ്ക് ലൈക്ക്, അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്ത ടാസ്കുകൾ, ഓരോന്നും ബന്ധമുള്ള ടാസ്കുകളാണ്. അതായത് സോൾഡറിങ് ടാസ്ക് കൊടുത്തു, ഫിക്സിങ് ടെർമിനൽസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, വയറിംഗ് ടാസ്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകൾ ഈ എംപ്ലോയീസ് നൽകി. വേജസ് വെയർ ബേസ്ഡ് ഓൺ എ ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാൻ. അപ്പോൾ ഇവിടെ വേജസ് എന്ന് പറഞ്ഞത് അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനായിരുന്നില്ല വേജസ് ഓഫർ ചെയ്തത്, ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാൻ ആയിരുന്നു. അതായത് ഗ്രൂപ്പ് ഒന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിന് മൊത്തത്തിലുള്ള ഒരു വേജസ് ആയിരുന്നു നിശ്ചയിച്ചത്, അല്ലേ? മീനിങ് ഈച്ച് എംപ്ലോയീസ് പേ ഡിപ്പെൻഡ് ഓൺ ടോട്ടൽ ഗ്രൂപ്പ് ഔട്ട്പുട്ട്. അതായത് ഒരാൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പ് എത്രമാത്രം പെർഫോം ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൂടി ഇരുന്നിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനുശേഷം അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, വർക്കേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ലെവൽ ലോവർ ദാൻ മാനേജ്മെൻറ്റ് ടാർഗറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ടാർഗറ്റ് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ലെവലിനേക്കാളും, അതായത് മാനേജ്മെൻറ്റ് ടാർഗറ്റ് ചെയ്ത അത്രയും ഒരു റിസൾട്ട് അവരുടെ പെർഫോമൻസിൽ ഉണ്ടായില്ല. ഇങ്ങനെ ആളുകളെ ഒരുമിപ്പിച്ച് ഒരു ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് പ്ലാൻ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള വർക്കുകൾ ചെയ്യിപ്പിച്ചപ്പോൾ ദ ഗ്രൂപ്പ് യൂസ്ഡ് സോഷ്യൽ പ്രഷർ ടു മെയിൻറ്റെയിൻ യൂണിഫോം ഔട്ട്പുട്ട് പ്രിവെൻറ്റിംഗ് എനി മെമ്പർ ഫ്രം എക്സീഡിങ് ഓർ ഫാളിംഗ് ബിലോ ദിസ് സ്റ്റാൻഡേർഡ്. അതായത് ഗ്രൂപ്പ് അവർ നിശ്ചയിച്ചിരിക്കുന്ന, അതായത് മാനേജ്മെൻറ്റ് നിശ്ചയിച്ച ഒരു ഔട്ട്പുട്ടല്ല, ഗ്രൂപ്പ് മൊത്തത്തിൽ അവർ ഒരുമിച്ച് ഒരേ രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്തു. അതായത് ഒരാൾ കൂടുതൽ വർക്ക് ചെയ്യുകയോ ഒരാൾ കുറഞ്ഞ് വർക്ക് ചെയ്യുകയോ ചെയ്യാതെ അവരൊരു സോഷ്യൽ പ്രഷർ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മെയിൻറ്റെയിൻ എ യൂണിഫോം ഔട്ട്പുട്ട്, ഒരേപോലുള്ള ജോലി ഒരേ രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ ഉള്ള ശ്രമം നടന്നത്. ദ ഗ്രൂപ്പ് ബിക്കം ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ്. ആ ഗ്രൂപ്പ്, ആ ആളുകളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു, ഇൻ്റഗ്രേറ്റഡ് പ്രവർത്തിച്ചു. എൻഫോഴ്സിങ് എ കോഡ് ഓഫ് കണ്ടക്ട് ടു എൻഷുർ യൂണിഫോമിറ്റി. അതായത് എല്ലാ ആളുകളും ഒരേപോലെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. അത് മാനേജ്മെൻറ്റിൻ്റെ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല, പക്ഷേ പകരം അവർ നിശ്ചയിച്ചതുപോലെ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമേ അവർക്കുണ്ടായുള്ളൂ. അടുത്ത നാലാമത്തെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ആബ്സെൻറ്റീസം ഇൻ ഇൻഡസ്ട്രീസ് 1943. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സ്റ്റഡി. ദി സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റഡ് ദ കോസസ് ഓഫ് ഹൈ ലേബർ ടേൺ ഓവർ ആൻഡ് ക്രോണിക് ആബ്സെൻറ്റീസം. അതായത് സ്ഥാപനങ്ങളിൽ നമ്മൾ ലേബർ ടേൺ ഓവർ, ആളുകൾ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ആബ്സെൻറ്റീസം, അവർ സ്ഥാപനത്തിൽ ആബ്സെൻ്റ് ആവുക,
തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റഡി നടന്നത്. അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, ദ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് ദ ലാക്ക് ഓഫ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആൻഡ് നാച്ചുറൽ ലീഡേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാത്തത്, അതായത് അവിടുത്തെ വർക്കേഴ്സ് തമ്മിലുള്ള ഒരു സൗഹൃദങ്ങൾ, അവരുടെ ഇടയിലുള്ള ഒരു സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു നേതാവിൻ്റെ അഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നയിക്കുന്നത്, ആബ്സെൻറ്റീസത്തിലേക്കും തുടങ്ങിയ ലേബർ ടേൺ ഓവറിലേക്കൊക്കെ നയിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയത്. മേയോ സജസ്റ്റഡ് ദാറ്റ് മാനേജ്മെൻറ്റ് ഷുഡ് എൻകറേജ് ദ ഫോർമേഷൻ ഓഫ് ഇൻഫോർമൽ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫോർമലായിട്ടുള്ള ഗ്രൂപ്പുകളും പരസ്പരമുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് മേയോ പറഞ്ഞു. വർക്കേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് മിയർലി ആസ് കോക്സ് ഇൻ എ മെഷീൻ. അപ്പോൾ വർക്കേഴ്സിന് ഒരു മാനുഷിക മുഖം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ കരുതി, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, അവരെ മനസ്സിലാക്കണം മനുഷ്യരെ, നോട്ട് മിയർലി ആസ് കോക്സ് ഇൻ എ മെഷീൻ. കോക്സ് ഇൻ എ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രധാന വസ്തു ആയിട്ടല്ല കണക്ക് കൂട്ടുന്നത്, ടു റെഡ്യൂസ് ഫീലിങ്സ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ അവരുടെ ചൂഷണങ്ങളിൽ നിന്നൊക്കെ അവരെ അത്തരത്തിലുള്ള ഫീലിങ്സൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അവരെ ഉയർന്ന മൂല്യമുള്ള മനുഷ്യരായിട്ട് കണക്ക് കൂട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു ഫൈൻഡിങ്സായിട്ട് മേയോ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത്, ഇത്രയൊക്കെയാണ് ഹാവ്ത്രോൺ എക്സ്പെരിമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ മെയിൻ ഫൈൻഡിങ്സ് ഓഫ് ഹാവ്ത്രോൺ സ്റ്റഡീസിൻ്റെ ബേസിൽ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്, നമ്മൾ കുറച്ച് ഫൈൻഡിങ്സ് നമ്മൾ ഓരോന്നിൻ്റെയും കൂടെ പറഞ്ഞിരുന്നു. ഇനി ഒരുമിച്ച് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ഉണ്ടായെന്ന് നോക്കുക. ഒന്നാമത്തത് റെസ്പോൺസീവ്നെസ് ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ. അപ്പോൾ ടോട്ടൽ വർക്ക് സിറ്റുവേഷനിലേക്കുള്ള ആളുകളുടെ ഒരു പ്രതികരണം, അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കണ്ടുപിടുത്തങ്ങൾ. ചേഞ്ചസ് ഇൻ വർക്ക് എൻവയറമെൻറ്റ്, റെസ്റ്റ് പീരീഡ്, വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ആർ ഓൾ ഇൻ്റർ കണക്റ്റഡ്. അപ്പോൾ ഇവിടെ വർക്ക് എൻവയറമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം, റെസ്റ്റ് പീരീഡ്, അവർക്ക് കൊടുക്കുന്ന റെസ്റ്റിന് നൽകുന്ന സന്ദർഭങ്ങൾ, ജോലിത്തെ സമയം, ആൻഡ് ഇൻസെൻറ്റീവ്സ്, അവർക്ക് കൊടുക്കുന്ന മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്, പരസ്പര ബന്ധമുള്ളതാണ്. വർക്കേഴ്സ് റെസ്പോൺസ് ഡിപ്പെൻഡ് ഓൺ ഓവറോൾ വർക്ക് സിറ്റുവേഷൻ ഇൻക്ലൂഡിങ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. അപ്പോൾ വർക്കേഴ്സ് എന്ന് പറഞ്ഞ് അവർ ജോലി എടുക്കണമെങ്കിൽ, നല്ല പ്രൊഡക്റ്റീവായിട്ട് ജോലി എടുക്കണമെങ്കിൽ അത് അവിടുത്തെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആളുകൾ തമ്മിലുള്ള ബന്ധം, മാനേജേഴ്സുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേഷൻ, അതായത് സോഷ്യൽ ഫാക്ടേഴ്സിന്, പരസ്പരം ആളുകൾ തമ്മിലുള്ള ബന്ധം, ഫ്രണ്ട്ഷിപ്പിനൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ദാൻ ഫിസിക്കൽ കണ്ടീഷൻസ്. അവിടുത്തെ ഫിസിക്കലായിട്ടുള്ള ജോലി സാഹചര്യങ്ങളേക്കാൾ കൂടുതൽ അവിടുത്തെ ആളുകൾ തമ്മിലുള്ള ബന്ധവും റിലേഷൻഷിപ്പൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇൻഫോർമൽ സോഷ്യൽ പാറ്റേൺസ് ആൻഡ് ഗ്രൂപ്പ് നോംസ് ഡ്രൈവ് വർക്ക് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ഇൻഫോർമലായിട്ടുള്ള സോഷ്യൽ പാറ്റേൺസ്, അവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, ഗ്രൂപ്പിലെ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ വർക്കിലെ സാറ്റിസ്ഫാക്ഷൻ, ജോലിയിലെ സംതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഷുഡ് അഡ്രസ് വർക്കേഴ്സ് ഇക്കണോമിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്. അപ്പോൾ അവരുടെ സൈക്കോളജിക്കലായിട്ടും അവരുടെ സാമൂഹികമായിട്ടും അവരുടെ എക്കണോമിക്കലായിട്ടുള്ള നീഡ്, അത്തരം കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് മനസ്സിലാക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടതാണ്. മൂന്നാമതായിട്ട് പറഞ്ഞത് സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ ഗ്രൂപ്പ്സിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതായത് വർക്ക് പ്ലേസിൽ അവർ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ബന്ധം, അതിനൊരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഗ്രൂപ്പ് കോഓപ്പറേഷൻ, ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, കൊഹസീവ്നെസ്, അതായത് ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. അതൊക്കെ പ്രധാനപ്പെട്ട അവരുടെ ജോലിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാനേജ്മെൻറ്റ് ഷുഡ് സപ്പോർട്ട് ഇൻഫോർമൽ അസോസിയേഷൻ ഫോർ ഓർഗനൈസേഷണൽ ബെനിഫിറ്റ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി മാനേജ്മെൻറ്റ് തന്നെ ഇൻഫോർമലായിട്ടുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും ഇവിടെ പറയുന്നു. മറ്റൊന്ന് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. അതായത് ലീഡേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് കൺസിഡർ വർക്കേഴ്സ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്. അപ്പോൾ ഇവിടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റും, അതായത് വർക്കേഴ്സിനെ നയിക്കുന്ന ആളുകൾ, ഗ്രൂപ്പ് ഡൈനാമിക്സ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ആളുകളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരുമിച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള മുന്നോട്ട് പോക്ക്, അതൊക്കെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അത് വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ അവർക്ക് സൈക്കോളജിക്കലായിട്ടും അവരുടെ സോഷ്യൽ നീഡുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ലീഡേഴ്സ് കാഴ്ചവെക്കേണ്ടത്. എ ഷിഫ്റ്റ് ഫ്രം അതോറിറ്റേറിയൻ ടു അണ്ടർസ്റ്റാൻഡിങ് ലീഡർഷിപ്പ് ഈസ് നെസസറി. അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്, അതായത് മറ്റുള്ളവരെ, കീഴ്ജീവനക്കാരെ ഭരിക്കുന്ന രീതിയിലുള്ള ലീഡർഷിപ്പ്, അതാണ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ്. അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലീഡർഷിപ്പ്, ആളുകളെ, മനുഷ്യരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലീഡർഷിപ്പാണ് നയിക്കേണ്ടതെന്ന് പറയുന്നു. ദെൻ സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വർക്കേഴ്സ് പെർഫോം ബെറ്റർ അണ്ടർ ഫ്രണ്ട്ലി ആൻഡ് റിലാക്സ്ഡ് സൂപ്പർവിഷൻ കമ്പയർഡ് ടു അതോറിറ്റേറിയൻ സൂപ്പർവിഷൻ. നമ്മളിപ്പോൾ ലീഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ സൂപ്പർവൈസേഴ്സും അവർ അതോറിറ്റേറിയൻ, അത് അവരെ അടച്ച് ഭരിക്കുന്ന രീതിയിലുള്ള സൂപ്പർവിഷനേക്കാൾ കൂടുതൽ നല്ലത് അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ രീതിയാണ് നല്ലതെന്നും
പറഞ്ഞിരിക്കുന്നു. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സ് ഷുഡ് ബി ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹാവ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ആൻഡ് ഗ്രീവൻസസ്. അപ്പോൾ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വർക്കേഴ്സിന് ഒരു പങ്ക് കൊടുക്കേണ്ടതാണ്, ഒരു പങ്കാളിത്തം കൊടുക്കേണ്ടതാണ്. അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ ആവലാതികളൊക്കെ പറയാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവസരമൊക്കെ നൽകേണ്ടതാണ്. ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതായത് മാനേജ്മെൻറ്റ് പറയുന്നു, വർക്കേഴ്സ് കേൾക്കുന്നു. അതുമാത്രമല്ല വർക്കേഴ്സിന് പറയാനുള്ളതും മാനേജ്മെൻറ്റ് കേൾക്കുകയും അങ്ങനെ പരസ്പര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സ്ഥാപനം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഹാവ്ത്രോൺ എക്സ്പീരിയൻസിൻ്റെ കണ്ടുപിടുത്തത്തിലായിട്ട് പറയുന്നത്. അപ്പോൾ ഹാവ്ത്രോൺ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹ്യൂമനും ഒപ്പം തന്നെ സോഷ്യൽ ഫാക്ടേഴ്സും, ഹ്യൂമനായിട്ടുള്ള മാനുഷികമായിട്ടുള്ള സോഷ്യൽ ഫാക്ടേഴ്സുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ ഡൈനാമിക്സും സൈക്കോളജിക്കലായിട്ടുള്ള വർക്കേഴ്സിൻ്റെ നീഡ്സും അതെല്ലാം കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റാണ്, ഒരു ഭരണ നിർവഹണമാണ് നടത്തേണ്ടതെന്നുള്ളതാണ് ഹാവ്ത്രോൺ എക്സ്പീരിയൻസ് അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എൽട്ടൺ മേയോയുടെ കോൺട്രിബ്യൂഷൻസാണ്. പ്രധാനമായിട്ടും ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, അതിനെ തുടർന്നുള്ള ഹാവ്ത്രോൺ എക്സ്പെരിമെൻറ്റ്സ്, ഓരോരോ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ മാനേജ്മെൻറ്റിന് എൽട്ടൺ മേയോ നൽകിയ സംഭാവനകളാണ്, കോൺട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മേയോയുടെ കോൺട്രിബ്യൂഷൻസായിട്ട് എഴുതി വയ്ക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് പറയുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്